നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പാക്കറ്റുകൾ, എന്തിന് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ വരെ ഒരു മരിക്കാത്ത വിഷം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലും അതെ, ലോകം മുഴുവൻ ഭയക്കുന്ന ഫോറവർ കെമിക്കൽസ് അഥവാ PFAS എന്ന മാരകമായ രാസവസ്തുക്കളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വിദേശ രാജ്യങ്ങൾ നിരോധിച്ച ഈ വിഷം ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്താൻ പോവുകയാണോ? നമ്മുടെ ആരോഗ്യത്തിന് ഇതൊരു ഭീഷണിയാണോ? ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ആരോഗ്യത്തിന്റെ കാര്യമാണ്, കൂട്ടത്തിൽ എന്റെയും. ആദ്യം തന്നെ എന്താണ് ഈ PFAS? പെർ ആൻഡ് പോളിഫ്യൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. പക്ഷേ ഇതിന് ശാസ്ത്രലോകം വിളിക്കുന്നത് ഫോറവർ കെമിക്കൽസ് എന്നാണ്. എന്തെന്നാൽ ഇതൊരിക്കലും നശിക്കുന്നില്ല. ഇത് വെള്ളത്തെയും എണ്ണയെയും പ്രതിരോധിക്കും. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉണ്ടാക്കാനും വാട്ടർ പ്രൂഫ് റെയിൻകോട്ടുകൾ ഉണ്ടാക്കാനും ഭക്ഷണ പൊതികൾ എണ്ണമയം ആകാതിരിക്കാനും കമ്പനികൾ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇത് കാണാൻ അത്ര അപകടകരമല്ലാത്ത ഒരു സബ്സ്റ്റൻസ് ആയിട്ട് തോന്നും, പക്ഷെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഭയാനകമായ കാര്യങ്ങളാണ്. PFAS നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ അത് അവിടെ തന്നെ അടിഞ്ഞുകൂടും. ഇത് പുറന്തള്ളാൻ ശരീരത്തിന് കഴിയില്ല. ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയാണ്: വൃക്ക, കരൾ ക്യാൻസറുകൾ, തൈറോയ്ഡ് രോഗങ്ങൾ, കൊളസ്ട്രോൾ വർധനവും, ഏറ്റവും പ്രധാനമായി കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും ഗർഭധാരണത്തിന് തടസ്സം നിൽക്കുകയും ചെയ്യും. ഇനി PFASന്റെ ഇന്ത്യയിലെ സാഹചര്യം നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും PFAS അടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വിദേശത്ത് നിയമങ്ങൾ കർശനമാകുമ്പോൾ വൻകിട കമ്പനികൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിൽ PFASനെതിരെ ശക്തമായ നിയമങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിരോധിച്ച പല സൗന്ദര്യവർദ്ധക വസ്തുക്കളും അടുക്കള പാത്രങ്ങളും നമ്മുടെ വിപണിയിൽ സുലഭമായി ലഭിച്ചേക്കാം. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വിഷം വാങ്ങിക്കൂട്ടുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ കൊറോണ സമയത്ത് കേട്ടിട്ടുള്ളതുപോലെ ഭയമല്ല, ജാഗ്രതയാണ് പാലിക്കേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത് എന്ന് തന്നെയാണ് എനിക്കും ഇവിടെയും പറയാനുള്ളത്. ഒന്നാമത്തേത്, നോൺ സ്റ്റിക്ക് ഒഴിവാക്കുക. കഴിയുന്നതും കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുക. അടുത്തത്, ഫാസ്റ്റ് ഫുഡ് പാക്കേജിംഗ്. എണ്ണമയമുള്ള പേപ്പറുകളിലും കാർഡ്ബോർഡുകളിലും ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക. മൂന്നാമത്തേത്, ലേബലുകൾ ശ്രദ്ധിക്കുക. സാധനങ്ങൾ വാങ്ങുമ്പോൾ PFAS ഫ്രീ അല്ലെങ്കിൽ PFOA ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. നാലാമത്തേത്, അധികാരികളുടെ ശ്രദ്ധയ്ക്ക്. ഇന്ത്യയിലും ഇത്തരം രാസവസ്തുക്കൾക്കെതിരെ ശക്തമായ നിയമം വരാൻ നമ്മൾ ശബ്ദമുയർത്തണം. ഇതുകൂടാതെ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ കൊടുക്കുന്നുണ്ട്. അതില് ഇതിനെതിരെ, അതായത് ഈ PFAS പ്രൊഡക്റ്റിനെതിരെ എങ്ങനെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാമെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് കണ്ടു നോക്കുക. അതിനകത്ത് അധികാരികൾക്ക് എങ്ങനെയാണ് മെയിൽ ചെയ്യേണ്ടത്, അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്കായി ഈ ഒരു അറിവ് എല്ലാവരിലും എത്തിക്കാം. ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.